ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുവാനും പ്രാർത്ഥിക്കുവാനുമായി നമ്മൾ പരിശീലിക്കുന്ന മാസമാണല്ലോ. ഇന്ന് കത്തോലിക്ക സഭ വിശുദ്ധ ഫൗസ്റ്റീനയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 33 വർഷക്കാലം മാത്രം ഈ ലോകത്തിൽ ജീവിച്ച് വിശുദ്ധിയായി തീർന്ന വിശുദ്ധ ഫൗസ്റ്റീന ഈശോയുടെ കരുണയുടെ അപ്പസ്തോല എന്ന അപരനാമത്തിലാണ് അറിയപ്പെടുന്നത്. കേവലം 13 വർഷക്കാലം മാത്രമാണ് സന്യാസിനിയായി ഈ ലോകത്തിൽ ആ സിസ്റ്റർ ജീവിച്ചിട്ടുള്ളൂ. ഈ 13 വർഷക്കാലത്തിൻ്റെ ഇടയിൽ ഈശോയുടെ കരുണയുടെ രൂപവും കരുണയുടെ ജപമാലയും കരുണയുടെ ജപവുമൊക്കെ ഈശോ ഫൗസ്റ്റീനായിലൂടെ ലോകത്തിന് നമ്മളെ പഠിപ്പിച്ചു തന്നു. ലോകത്തിന് മുഴുവന് വേണ്ടിയും നമ്മുടെ ഓരോരുത്തരുടെയും ഭാവത്തിന് വേണ്ടിയും ഈശോയുടെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈശോ ലോകം മുഴുവനും വെളിപ്പെടുത്തി കൊടുത്തു. ഈശോയുടെ ഈ കരുണയുടെ സ്നേഹം ലോകം മറന്നുപോയതും ലോകം വിട്ടുപോയതും ലോകം ഒരു കാലഘട്ടത്തിൽ വിസ്മയിച്ചു പോയതുമായ ഈശോയുടെ കരുണയുടെ ഭാവത്തെ ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ വീണ്ടും അവതരിപ്പിക്കപ്പെട്ടതും പ്രചരിപ്പിക്കപ്പെട്ടതും പരിശീലിക്കപ്പെട്ടതുമൊക്കെ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈശോ പഠിപ്പിച്ചു തന്ന ഈ കരുണയുടെ ജപമാലയും കരുണയുടെ ജപവുമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്നും എൻ്റെ മേലും എൻ്റെ തലമുറകളുടെ മുകളിൽ കരുണയായിരിക്കണമേ എന്നും എൻ്റെ മേലും എൻ്റെ ദേശത്തിൻ്റെ മുകളിൽ കരുണയായിരിക്കണമേ എന്നും ഒക്കെ ഈശോയുടെ കാരുണ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഈ മനോഹരമായ പ്രാർത്ഥന നമ്മളെല്ലാവരുടെയും കുടുംബങ്ങളിൽ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കണം. ഭൂകമ്പങ്ങളുണ്ടായപ്പോൾ, ഉരുൾപൊട്ടലുണ്ടായപ്പോൾ, പ്രകൃതിക്ഷോഭങ്ങളുണ്ടായപ്പോഴൊക്കെ പല ദേശങ്ങളെയും രാജ്യങ്ങളെയും വ്യക്തികളെയും കുടുംബങ്ങളെയും ഒക്കെ അതിൽ നിന്ന് രക്ഷിച്ചത്, അത്ഭുതകരമായി രക്ഷിച്ചത് ഈ കരുണയുടെ ജപമാലയും കരുണയുടെ പ്രാർത്ഥനയുമാണ്. അതുകൊണ്ട് ആരുടെയെങ്കിലും ഭവനങ്ങളിൽ കരുണക്കൊന്ത ഇതുവരെ ചൊല്ലി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ എല്ലാവരുടെയും ഭവനത്തിൽ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. ജപമാല പ്രാർത്ഥനയുടെ ഒപ്പം എല്ലാ ഭവനങ്ങളും ഈശോയുടെ കരുണയുടെ ജപമാല കൂടി ചൊല്ലി പ്രാർത്ഥിക്കുക. ഈശോയുടെ കരുണയുടെ രൂപം എല്ലാ വീട്ടിലും പ്രതിഷ്ഠിക്കുക. അങ്ങനെ ഈശോയുടെ കാരുണ്യം നമ്മുടെ എല്ലാവരുടെയും ഭവനത്തിലും ജീവിതത്തിലും സമൂഹത്തിലും ഒക്കെ നിറഞ്ഞു കിട്ടുവാൻ ഇന്നത്തെ ദിവസം നമുക്ക് വിശുദ്ധ ഫൗസ്റ്റീനയുടെ മാധ്യസ്ഥം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും ഈശോയും പരിശുദ്ധ അമ്മയും ഫൗസ്റ്റീനയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.